ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആചാരാനുഷ്ഠാനങ്ങളുടെ അമ്പലപ്പുഴ സംഘം ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ നിർവഹിച്ചു. മാനത്ത് തെളിയുന്ന നക്ഷത്രം സാക്ഷിയാക്കിയായിരിക്കും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മിഥുൻ, വിവരങ്ങൾ. ഭക്തിസാന്ദ്രവും അതേപോലെ തന്നെ ആഘോഷപൂർവ്വവുമാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതായത് കൊച്ചമ്പലത്ത് നിന്നിറങ്ങി വാവൂര് പള്ളിയിൽ പ്രദർശനം നടത്തി ഇപ്പോൾ വലിയ അമ്പലത്തിലേക്ക്, അതായത് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. 12 മണിയോടുകൂടിയാണ് ഈ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. ശ്രീകൃഷ്ണ പരുന്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ ഇവിടെ നിന്ന് കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളി ഇറങ്ങുകയായിരുന്നു. ആചാരക്രമങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട്, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് 3 ആനകളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു, മേളവാദ്യങ്ങളുടെയും എല്ലാം അകമ്പടിയോടെയായിരുന്നു അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളിയത്. നേരെ കൊച്ചമ്പലത്തിൽ നിന്ന് ഇറങ്ങി വാവൂര് പള്ളിയിലേക്ക് എത്തുകയും വാവൂര് പള്ളിയിൽ വാവൂര് മസ്ജിദ് അധികൃതർ സ്വീകരിച്ച് അകത്തേക്ക് ആനയിക്കുകയും പ്രദക്ഷിണം പൂർത്തിയാക്കി പുറത്തേക്ക് എഴുന്നള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക്, എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇനി വൈകിട്ടാണ് ഈ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കുന്നത്. പകൽ നക്ഷത്രം ഉദിക്കുന്നതോടുകൂടിയാണ് അത് സാക്ഷിയാക്കിക്കൊണ്ടാണ്, നക്ഷത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക. അതും സമാനമായിട്ടുള്ള ആചാരക്രമങ്ങളോടുകൂടി തന്നെ നടക്കും. നമുക്കറിയാം, ഉദയന്റെയുമായുള്ള യുദ്ധത്തിൽ അയ്യപ്പന്റെ സൈന്യത്തിൽ സഹായിയായിരുന്ന ആലങ്ങാട്ട് സംഘത്തിന്റെയും അതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘത്തിന്റെയും സ്മരണാർത്ഥമാണ് ഇന്ന് ധനു 27-ന് മകരവിളക്കിന് മുന്നോടിയായി ഇത്തരത്തിൽ പേട്ടതുള്ളൽ ആരംഭിക്കുക, പേട്ടതുള്ളൽ നടത്തുന്നത്. അത് ഇന്ന് രാവിലെ മുതൽ നടന്ന വിവിധ ചടങ്ങുകളോടുകൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ കൂടി പൂർത്തിയാകുന്നതോടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പേട്ടതുള്ളൽ, എരുമേലി പേട്ടതുള്ളൽ, അമ്പലപ്പുഴ അതുപോലെ തന്നെ ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ പൂർത്തിയാകും. ഏതായാലും ഇപ്പോൾ നേരത്തെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ നടത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞു. അതായത് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പരമ്പരാഗതമായി അയ്യപ്പ ഭക്തന്മാർ, കന്യയ്യപ്പന്മാർ നടത്തുന്ന പേട്ടതുള്ളലാണ് ഇപ്പോൾ ചെറിയമ്പലത്തിൽ നിന്നും കൊച്ചമ്പലത്തിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി പകൽ നക്ഷത്രം കഴിയുന്നതോടെ ആലങ്ങാട് സംഘവും പേട്ടതുള്ളൽ ആരംഭിക്കും. മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തിരക്ക് എരുമേലിയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാം പൂർണ്ണ സജ്ജമെന്നാണ് അറിയിച്ചിരുന്നത്. ദേവസ്വവും അതുപോലെ തന്നെ പോലീസ് അധികൃതരെല്ലാം തന്നെ അറിയിച്ചിരുന്നത്. ഇന്ന് പേട്ടതുള്ളൽ ദിവസം അത്തരത്തിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ പേട്ടതുള്ളൽ നടക്കുന്ന സമയത്ത് ഈ തദ്ദേശവാസികളും എല്ലാം അതുപോലെ തന്നെ ഭക്തരുമെല്ലാം എത്തിച്ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ ജംഗ്ഷനിലും തുടർന്ന് ഈ പേട്ടതുള്ളി എരുമേലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ഗതാഗത പരിഷ്കരണങ്ങൾ, ഗതാഗത നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ താലൂക്കിൽ ഈ എരുമേലിയിൽ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു പേട്ടതുള്ളലിനെ വരവേറ്റത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെ പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ സംഘം അവർക്ക് പ്രസിദ്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള രാത്രി സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഏറെ വൈകി പരാതിപ്പെട്ടതിന് ശേഷമാണ് അതിൻ്റെ സജ്ജീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയത് എന്നുള്ള പരാതിയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. അത്തരത്തിൽ പരാതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് പേട്ടതുള്ളൽ ദിവസം അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ നിർണായകമാണ്, ഏറ്റവും പ്രധാനമാണ്. ഏതായാലും അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ പൂർത്തിയാവുകയും ഇനി വൈകിട്ടോടുകൂടി ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടരുകയും ചെയ്യും. ആചാരക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. 3 ആനകളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു അമ്പലപ്പുഴ സംഘത്തിന്റെ വാദ്യമേള, ആഘോഷങ്ങളോടുകൂടിയായിരുന്നു അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ. ഒരേ സമയം തന്നെ ഭക്തിസാന്ദ്രവും അതുപോലെ തന്നെ ആഘോഷപൂർവ്വമായിരുന്നു അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ പൂർത്തിയാക്കിയത്.
ആലങ്കാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഇതിന് ചടങ്ങുകൾ ഉണ്ട്. ചെറിയമ്പലത്തിലേക്ക് ഇവർ എത്തിച്ചേരും. അപ്പോൾ ഈ നക്ഷത്രം പകൽ വെളിച്ചത്തിൽ നക്ഷത്രം തെളിയുന്ന സമയത്താണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അത്തരത്തിലുള്ള ചടങ്ങുകൾ എത്ര മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വിഷ്ണു, 3 മണിയോടുകൂടി ഈ ആലങ്ങാട്ട് സംഘം ഇങ്ങോട്ട് ഈ ചെറിയമ്പലത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ ഈ പേട്ടതുള്ളലിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും മറ്റ് ആചാരക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ചില ആചാരക്രമങ്ങളുമുണ്ട്. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പകൽ നക്ഷത്രം തെളിയുന്നതോടുകൂടിയാണ്, പകൽ വെളിച്ചത്തിൽ നക്ഷത്രം തെളിയുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പരമ്പരാഗതമായി ശീലിച്ചു വരുന്ന ഒരു സമയക്രമം എന്ന് പറയുന്നത് ഈ പകൽ വെളിച്ചത്തിൽ നക്ഷത്രം തെളിയുന്ന സമയത്ത് എഴുന്നള്ളിപ്പ് പേട്ടതുള്ളൽ തുടങ്ങുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നടന്ന അമ്പലപ്പുഴ സംഘത്തിന്റെ എഴുന്നള്ളിപ്പാകട്ടെ, ഈ പേട്ടതുള്ളലാകട്ടെ സമാനമായി കൃഷ്ണപ്പരുന്ത്, അതായത് അമ്പലപ്പുഴ ഭഗവാന്റെ സാന്നിധ്യം എന്ന് കരുതുന്ന തരത്തിൽ എരുമേലി കൊച്ചമ്പലത്തിന് മുകളിൽ ശ്രീകൃഷ്ണ പരുന്ത് സാന്നിധ്യം തിരിച്ചറിഞ്ഞോടുക, സാന്നിധ്യം തെളിഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. സമാനമായി തന്നെ പകൽ വെളിച്ചത്തിൽ നക്ഷത്രം തെളിയുന്നതോടുകൂടിയാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. പക്ഷേ അതിനു മുന്നോടിയായി 3 മണിയോടുകൂടി തന്നെ ഈ ആലങ്ങാട്ട് സംഘം കൊച്ചമ്പലത്തിലേക്ക് എത്തിച്ചേരും, മറ്റ് ആചാര നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും. വിഷ്ണു, അത് തന്നെയാണ്. ആലങ്കാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ 3 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ അമ്പലത്തിലേക്ക് ആലങ്കാട് സംഘം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ അവസാനിച്ചു. രാവിലെ ചെറിയ അമ്പലത്തിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് കൃഷ്ണപ്പരുന്തിൻ്റെ സാന്നിധ്യം കണ്ടതിന് പിന്നാലെയാണ് പേട്ടതുള്ളൽ ആരംഭിക്കുകയും ചെയ്തത്. ആചാര പെരുമയിൽ ഇരു സംഘങ്ങളുടെയും പേട്ടതുള്ളലിൻ്റെ പെരുമയിലാണ് എരുമേലിയുള്ളത്. മിഥുനയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്.